സേവനം ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്യുന്ന ഒരാളെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. അവരോട് എന്തു പറഞ്ഞാലും അവരത് ചെയ്തിരിക്കും. അവർ റിലയബിൾ ആണെന്ന് നമ്മൾ പറയും. അവരോടൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് മറ്റൊന്നും ആലോചിക്കേണ്ട, അവരത് ചെയ്തിരിക്കുമെന്ന് അത്രയ്ക്കും ഉറപ്പാണ്. റിലയബിളായ ആളുകളെ കിട്ടും, പക്ഷേ മനസ്സ് റിലയബിൾ ആയിരിക്കുക എന്നത് ആവശ്യമാണ്. എൻ്റെ മനസ്സ് എപ്പോഴും റിലയബിൾ ആയിരിക്കണം. ഒരു തവണ മനസ്സിനോടൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സ് ചെയ്തിരിക്കണം. അങ്ങനെ അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ പവർഫുൾ മൈൻഡ് എന്ന് പറയാനാവൂ. വളരെ പവർഫുള്ളായ ഒരു മനസ്സ് എന്ത് ചിന്തിക്കുകയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും അവനവന് വേണ്ടിയാണെങ്കിലും അത് യാഥാർത്ഥ്യമായി മാറുക തന്നെ ചെയ്യും. സിദ്ധിയർത്ഥം സഫലത, സക്സസ്. എല്ലാവർക്കും സക്സസ് ആണ് വേണ്ടത്. എന്നാൽ ഇന്ന് സക്സസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സിനെയാണ് അർത്ഥമാക്കുന്നത്. നേട്ടങ്ങളെ നേട്ടങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. അത് സക്സസ് അല്ല, അച്ചീവ്മെൻറ്റ്സ് ആണ്. ആരെങ്കിലും പരസ്പരം പരിചയപ്പെടുത്തുമ്പോൾ പറയാറില്ലേ, ഇവർ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഇതൊക്കെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്. നേട്ടങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, അച്ചീവ് ചെയ്തു. എന്നാൽ നേട്ടങ്ങൾക്കൊപ്പം തന്നെ എനിക്ക് വിജയവും ആവശ്യമാണ്. ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു, പക്ഷേ എൻ്റെ മനസ്സെന്നെ തീരെ അനുസരിക്കുന്നില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ 100 പേരും ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടാകും, പക്ഷെ സ്വന്തം മനസ്സെന്നെ തീരെ അനുസരിക്കുന്നില്ല. ആരുടെ കൂടെയാണോ എനിക്ക് ഓരോ നിമിഷവും ചെലവഴിക്കേണ്ടത്, ആരാണോ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരേണ്ടത്, അതേ ആൾ ഞാൻ പറയുന്നത് കേൾക്കണോ വേണ്ടയോ? മനസ്സുമായി എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. ആളുകൾ എന്താണ് പറയാറുള്ളത്? മനസ്സ് ചഞ്ചലമാണ്, കുതിരയെ പോലെയാണ്, ഓടിക്കൊണ്ടിരിക്കും, നിയന്ത്രിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മൾ ആ കുതിരയെ കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ എന്ത് കാര്യമാണോ വീണ്ടും വീണ്ടും പറയുന്നത്, മനസ്സ് ചഞ്ചലമാണ്, നിയന്ത്രിക്കാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വീണ്ടും വീണ്ടും പറയുമ്പോൾ മനസ്സ് പിന്നെ എന്തു ചെയ്യും? മനസ്സ് ചഞ്ചലമായി തന്നെ തുടരും. പരമാത്മാവ് പറയുന്നത് മനസ്സുറച്ചതാണെന്ന്, ഇളകാത്തതാണെന്ന്. എങ്ങനെ ഉറച്ചതും ഇളകാത്തതുമാകും? മനസ്സ് അംഗത സമാനമാകണം. അംഗദന്റെ കഥ കേട്ടിട്ടുണ്ടോ? കഥയിൽ എന്താണ്? അംഗദൻ കാലുറപ്പിച്ചു നിന്നു. ആളുകൾ പിന്നെ എന്തു ചെയ്തു? എത്ര ശ്രമിച്ചിട്ടും ഒന്ന് അനക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. ഇങ്ങനെ ഉറച്ചതും ഇളകാത്തതുമാകണം. ഇതിനെയാണ് അംഗത സമാനമാകണമെന്ന് പറയുന്നത്. എൻ്റെ മനസ്സും ബുദ്ധിയും എങ്ങനെയായിരിക്കണം? ചഞ്ചലമാകരുത്, ഉറച്ചതും ഇളകാത്തതുമാകണം. പവർഫുൾ ആയിരിക്കണം, സ്ഥിരത വേണം. ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കരുത്, സ്ഥിരമായിരിക്കണം. മനസ്സിന് സ്ഥിരത വേണം. മനസ്സ് ചഞ്ചലമായിട്ട് പോലും നമ്മൾ എത്ര നേട്ടങ്ങൾ കൈവരിക്കുന്നു. അപ്പോൾ സ്ഥിരതയുള്ള മനസ്സോട് ചെയ്യുമ്പോഴോ അച്ചീവ്മെൻറ്റ്സ് കൂടുതലാവുമോ അതോ കൂടുതലാകും? ഇല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ മെഡിറ്റേഷനായി സമയം കണ്ടെത്തുന്നത് ആവശ്യമല്ലേ? ആവശ്യമല്ലേ? അതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക? എൻ്റെ മനസ്സിനും ശരീരത്തിനും ബെനിഫിറ്റ്സ്. നമ്മുടെ മനസ്സ് സദാസമയവും അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സ് സംസാരിക്കുന്നത് നിർത്തുന്നതേയില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇല്ലേ? മനസ്സിൽ എപ്പോഴും ഒരു ശബ്ദം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ മനസ്സിൽ എന്തെല്ലാമാണോ ക്രിയേറ്റ് ആവുന്നത്, അതിൻ്റെ വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിലെത്തുന്നു. ഓരോ ചിന്തകളുടെയും വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ദിവസം മുഴുവൻ ശരീരത്തിന് ലഭിക്കുന്ന എനർജി എങ്ങനെയായിരിക്കും? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ അവസ്ഥകൾക്ക് ചേഞ്ചസ് വരുന്നു. അതിലൂടെ ചിന്താരീതികളിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. പിന്നീട് മനസ്സ് സംസാരിക്കുന്നതിൻ്റെ സ്പീഡും കുറയാൻ തുടങ്ങും. ജീവിതത്തിൽ പെട്ടെന്ന് ചില സാഹചര്യങ്ങൾ വരുന്നു. അത് ചെറുതാകാം അല്ലെങ്കിൽ വലുതാകാം. മനസ്സ് പിന്നെ സംസാരിക്കാൻ തുടങ്ങും. എന്തുണ്ടാവും, അടുത്തതെന്ത് സംഭവിക്കും, ഞാൻ ഇനി എന്ത് ചെയ്യും? മനസ്സ് സംസാരിക്കുന്നത് നിർത്തുകയേയില്ല. നമ്മൾ മറുപടി നൽകിയാലും മനസ്സ് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തു ചെയ്യും? മനസ്സിന്റെ കാര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി.
എന്നാൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഓരോ ചിന്തകളുടെയും വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. പിന്നീട് പറയും, എൻ്റെ ഡയറ്റ് കറക്റ്റാണ്, എക്സസൈസ് കറക്റ്റാണ്, എന്നിട്ടും എൻ്റെ ശരീരത്തിന് എന്തുകൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത്? ശരീരത്തിന് എവിടെ നിന്നാണ് എനർജി ലഭിക്കുന്നത്? ഭക്ഷണം, വെള്ളം, എക്സസൈസ്, ഉറക്കം, അഞ്ചാമതായി തോട്ട്സ്, ചിന്തകൾ. ആദ്യത്തെ 4 എനർജീസും ശരിയായ രീതിയിൽ പോകുന്നെങ്കിൽ പോലും അഞ്ചാമത്തെ ഫാക്ടറായ ചിന്തകൾ ശരിയില്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആരോഗ്യം ലഭിക്കുകയില്ല. മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പഴയൊരു കാര്യമാകാം, ആരെങ്കിലും എന്നോട് പറഞ്ഞതെന്തെങ്കിലുമാകാം, ചെറുപ്പകാലത്തെ എന്തെങ്കിലും കാര്യങ്ങളാകാം. നമ്മളതിനെ മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുകയാണ്, ഒരു അലമാരയിൽ വെച്ചിരിക്കുന്നത് പോലെ. ഇനിയും റിലീസ് ചെയ്തിട്ടില്ല, ഇനിയും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ ദിവസവും അതേക്കുറിച്ച് ആലോചിക്കുന്നൊന്നുമില്ല, എന്നാൽ അത് കബോർഡിലിരിക്കുന്നുണ്ട്. അങ്ങനെ എവിടെയോ ഒരു മൂലയിലിരിക്കുന്ന കാര്യങ്ങളുടെ വൈബ്രേഷൻസ് പോലും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഒരു ഡസ്റ്റ്ബിൻ, അതൊരു കോർണറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് കുറച്ച് അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. വേസ്റ്റ് കളയുന്ന സമയത്ത് അത് പോകാറില്ല. വീടിൻ്റെ ഒരു മൂലയിലിരിക്കുന്ന ഡസ്റ്റ്ബിന്നിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ അഴുക്ക്. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അത് ചീയാൻ തുടങ്ങും. അതിൻ്റെ ദുർഗന്ധം ഡസ്റ്റ്ബിന്നിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങില്ലല്ലോ, അതിൻ്റെ ഇൻഫെക്ഷൻ മുഴുവൻ വീട്ടിലും വ്യാപിക്കും. ശരീരത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. വേസ്റ്റ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, മനസ്സിൻ്റെ ഒരു കോർണറിൽ. ഈ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയും. കാര്യം അത്രയ്ക്ക് വലുതായിരുന്നു. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. വലിയ കാര്യം. ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ശരിയാക്കും? നമ്മുടെ ശക്തികൾ കൊണ്ട് മാത്രം ശരിയാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുമുണ്ട്. നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടും ശരിയാക്കാൻ കഴിയാറില്ല. ശരിയാക്കുക എന്നാൽ മനസ്സിൻ്റെ ആ മുറിവ് ഉണക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ വിഷമം, ആ സങ്കടം, ആ ദുഃഖം, അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയുടെ വേദന, അങ്ങനെ ഏത് തരത്തിലുള്ള വേദനയാകട്ടെ, അതൊരു മുറിവാണ്, നമ്മുടെ മനസ്സിനേറ്റൊരു മുറിവ്. ഇങ്ങനെയുള്ള മുറിവുകളെ നമുക്ക് സ്വയം ഭേദപ്പെടുത്താൻ കഴിയാറില്ല. മറ്റുള്ളവർക്കും ചിലപ്പോൾ സാധിക്കില്ല. എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡിവൈൻ എനർജി ആ മുറിവിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. പരമാത്മാവിൻ്റെ ശക്തി നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും നിറയുകയാണ്. ഒരു ലേസർ ബീമിനെ പോലെ. ലേസർ ശരീരത്തിനുള്ളിലേക്ക് കടന്ന് ഏത് ഓർഗനിലെ ഏത് കോശത്തിൻ്റെ ഏത് ഭാഗത്താണോ രോഗമുള്ളത് അതിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ആ ലേസർ ബീം കൊണ്ട് ആ അവയവം രോഗത്തിൽ നിന്നും മുക്തമാകുന്നു. ഒരു ലേസർ ബീമാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമ്മുടെ ഉള്ളിലെ ആ വേദന നമ്മൾ അറിയാതെ തന്നെ ഇല്ലാതായി മാറും. ഇതിനായി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പരമാത്മാവിൻ്റെ ശക്തിയിൽ നിന്നുമുള്ള എനർജി നമ്മൾ ആ വേദനയിലേക്ക് നൽകി. സൂര്യൻ്റെ ശക്തിക്ക് എന്തെല്ലാം ചെയ്യാനാകും? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5-10 മിനിറ്റ് സൂര്യൻ്റെ ശക്തികളെ സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ വ്യത്യാസങ്ങളുണ്ടാകുമോ? വ്യത്യാസമുണ്ടാവും അല്ലേ? അപ്പോൾ ഡെയിലി സ്വീകരിക്കേണ്ടതില്ലേ? പക്ഷെ നമ്മൾ പറയും, ഇതിനൊക്കെ ആർക്കാണ് സമയമുള്ളത്? എല്ലാ ദിവസവും രാവിലെ 5-10 മിനിറ്റ്, എവിടെയാണ് നേരം? കുഴപ്പമില്ല, അതിനുള്ള സമയമില്ല, സോ ബെനിഫിറ്റ്സ് ലഭിക്കില്ല. അതെനിക്കൊരു നഷ്ടമാണ്. എനിക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ നിന്നും ഞാൻ എന്നെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ പണ്ടുമുതലേ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിരാവിലെ സൂര്യനിൽ നിന്നും വരുന്ന കിരണങ്ങൾ കൊള്ളുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ, ബ്രെയിൻ, മറ്റ് അവയവങ്ങളിലേക്കെല്ലാം സൂര്യൻ്റെ ശക്തികൾ എത്തിച്ചേരും. ചുറ്റുമുള്ള ചെടികളിൽ ഏത് ശക്തിയാണുള്ളത്? സൂര്യൻ്റെ ശക്തി. പിന്നെ ഈ ചെടികളെ നമ്മൾ കഴിക്കുന്നു. സൂര്യൻ്റെ ശക്തി ചെടികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഊർജം നിറഞ്ഞ ആ ചെടികളെ നമ്മൾ ഭക്ഷണമായി കഴിക്കുമ്പോൾ സൂര്യൻ്റെ ശക്തികൾ നമ്മളിലേക്കും എത്തിച്ചേരുന്നു. എന്നാൽ ചില ആളുകൾ ഇലകൾ ഭക്ഷിക്കുന്ന ജീവികളെയാണ് കഴിക്കാറുള്ളത്. അതൊരു 3rd സ്റ്റേജായി.
സൂര്യന്റെ ശക്തികൾ ചെടിയിലെത്തുന്നു, ചെടികളെ ചില ജീവികൾ കഴിക്കുന്നു, ആ ജീവികളെ നമ്മൾ ഭക്ഷണമാക്കുന്നു. നമ്മളപ്പോൾ ഏത് സ്റ്റേജിലാണ് സൂര്യന്റെ ശക്തികൾ അവനവലിലേക്ക് സ്വീകരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേജ്, ഈസിയസ്റ്റ് മാർഗം, വളരെ കുറച്ച് സമയം. 10 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുക, ഇൻസ്റ്റന്റായി എനർജി ഉള്ളിൽ നിറയും. സെക്കൻഡ് സ്റ്റേജ്, ചെടികൾ വളർത്തുക, പച്ചക്കറികൾ എടുക്കുക, ഭക്ഷണം പാകം ചെയ്യുക, എന്നിട്ട് കഴിക്കുക, ഊർജം കിട്ടുന്നു. മൂന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജിൽ നമ്മൾ സമയം ചിലവഴിക്കുന്നു. എന്നാൽ ഫസ്റ്റ് സ്റ്റേജ്, നേരിട്ട് പോയി വെയിൽ കൊള്ളാൻ പറഞ്ഞാൽ പറയും ഞങ്ങൾക്ക് സമയമില്ല. ഇതേപോലെ പരമാത്മാവിന്റെ ശക്തി സൂര്യന്റെ ശക്തികൾ പോലെ തന്നെ പവർഫുൾ പ്രകാശബിന്ദുവാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു 5-10 മിനിറ്റ് ആ ശക്തികളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുക, നേരിട്ട് നിറയ്ക്കുക. ഇതുതന്നെയാണ് മെഡിറ്റേഷൻ. ഞാൻ ആത്മാവ് പരമാത്മാവിൻ്റെ അടുത്തിരിക്കുകയാണ്. പരമാത്മാവ് ആരാണ്? സർവശക്തിവാനാണ്, ശാന്തിയുടെ സാഗരനാണ്. ശാന്തിയുടെ സാഗരനിൽ നിന്നുമുള്ള എനർജി എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ എനിക്ക് സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടതായി വരില്ല. സ്ട്രെസ് കീടാണുക്കൾക്ക് എന്ത് സംഭവിക്കും? ഫിനിഷ്ഡ്. ധാന്യങ്ങളിൽ കീടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ബ്ലാങ്കറ്റിലോ കിടക്കയിലോ, നമ്മൾ അതിനെ എവിടെ വയ്ക്കും? വെയിലത്ത്. വെയിൽ കൊള്ളുമ്പോൾ പ്രാണികൾ പോകുന്നു. മെഡിറ്റേഷനും ഇതുപോലെ തന്നെ. ഈ വെയിൽ കൊള്ളുമ്പോൾ ഇവിടുത്തെ പ്രാണികളും പോകാൻ തുടങ്ങും. തെറ്റായ ചിന്തകൾ, ദുർബല ചിന്തകൾ, വേദന നിറഞ്ഞ ചിന്തകൾ, ഇതൊക്കെയാണ് മനസ്സിലെ കീടാണുക്കൾ. ഇവയെല്ലാം വളരെ ചെറുതാണ്, ചെറിയ 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 കീടാണുക്കൾ. ഇവയെല്ലാം ഒന്ന് വെയിൽ കൊള്ളിക്കണം, അത്രമാത്രമേ വേണ്ടൂ. വെയിൽ കൊള്ളിക്കുക, ജസ്റ്റ് എക്സ്പോസ് ദം ടു സൺലൈറ്റ്. ഓരോന്നിനെയും എടുത്ത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. വെയിൽ കൊള്ളുമ്പോൾ കീടങ്ങൾ താനേ പോകാൻ തുടങ്ങും. മനസ്സിനും ബുദ്ധിക്കും പരമാത്മാവിന്റെ ശക്തികളാകുന്ന വെളിച്ചം നൽകുക. ഓരോ ചിന്തകളെയും എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. മനസ്സിന് എക്സ്പോഷർ നൽകണം. അതോടെ മനസ്സിലുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകും. എന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വെയിൽ കൊള്ളിക്കാനായി വെയിലത്ത് വെക്കുക എന്നത് നമ്മുടെ ജോലി തന്നെയാണ്. മെഡിറ്റേഷനിലൂടെ എന്താണ് ലഭിക്കുക എന്നത് സെക്കൻഡറിയാണ്. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നതും സെക്കൻഡറിയാണ്. ആദ്യത്തേതും പ്രധാനപ്പെട്ടതും തീരുമാനമെടുക്കലാണ്. ദിവസവും പരമാത്മാവിൽ നിന്നും ശക്തികൾ സ്വീകരിക്കാൻ റെഡിയാണോ? ഈയൊരു തീരുമാനം മാത്രം ഇന്നെടുക്കേണ്ട ആവശ്യമേയുള്ളൂ. നാളെ മുതൽ ജീവിതം മാറാൻ തുടങ്ങും. പണ്ടത്തേതുപോലെ ആയിരിക്കില്ല. ഇറ്റ് വിൽ ചേഞ്ച്. ഇറ്റ് വിൽ ചേഞ്ച്. ഇവിടെ നിന്ന് പോകുമ്പോഴാണ് ഈ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ ദിവസവും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴെങ്കിലും ഒരു ദിവസമല്ല, സമയം കിട്ടുമ്പോൾ ചെയ്യാം, അങ്ങനെയുമല്ല. നിങ്ങളെല്ലാവരും ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അത് ദിവസവും പഠിച്ചതുകൊണ്ട് ലഭിച്ചതാണ്. ദിവസവും പഠിച്ചതുകൊണ്ടാണ്. നിങ്ങൾ ഇന്നിരിക്കുന്ന ഈ പൊസിഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നാൽ നിങ്ങൾ അധ്വാനിച്ചത്രയൊന്നും അവർ അധ്വാനിച്ചിട്ടില്ല. അതുകൊണ്ട് പൊസിഷൻ കിട്ടുന്നില്ല. അങ്ങനെ എന്ത് കാര്യമായിരിക്കും നിങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ അതിൽ തന്നെ മുറുക്കെ പിടിച്ച് മുന്നോട്ടു പോയി അതിനെ ജീവിത ലക്ഷ്യമാക്കി മാറ്റി. ഫോക്കസ് ചെയ്തു, അധ്വാനിച്ചു, ലക്ഷ്യം നേടി. ഇനിയും അച്ചീവ് ചെയ്യും. ഇതുപോലെ എനിക്കെൻ്റെ മനസ്സിനെ ശാന്തവും ശക്തിശാലിയുമാക്കി മാറ്റണം എന്ന കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. സ്ട്രെസ് നോർമലാണ്, വറീഡ് ആവുന്നത് നോർമലാണ്, ദേഷ്യം വരുന്നത് നോർമലാണ്. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണോ അവർ സന്തോഷത്തിലേക്കും ആരോഗ്യത്തിലേക്കും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ അവർക്കത് ലഭിക്കില്ല. ചിലപ്പോൾ കിട്ടുന്നു, ചിലപ്പോൾ കിട്ടുന്നില്ല. പിന്നീട് ഒരു സാഹചര്യം വരുമ്പോൾ മുഴുവൻ സന്തോഷവും ഇല്ലാതാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവയിലേക്ക് നമ്മുടെ മുഴുവൻ ഫോക്കസും നൽകുന്നു, അധ്വാനിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു, അതിന് പ്രയോറിറ്റി നൽകുന്നു. അതുപോലെ മനസ്സിന്റെ ശക്തികളെ വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ പ്രയോറിറ്റി ആവണം. വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാവില്ല. എനിക്ക് CA ആകണമെന്ന് വെറുതെ ആഗ്രഹിച്ചാലായിത്തീരാൻ പറ്റുമോ? ഒരുപാട് പേർ ആഗ്രഹിക്കും, പക്ഷെ എല്ലാവരും ആയിത്തീരില്ല. ആഗ്രഹിക്കുന്നതും ആയിത്തീരുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം?
ആഗ്രഹിക്കുന്നതിനും ആയിത്തീരുന്നതിനുമിടയിൽ ചെറിയൊരകലമേയുള്ളൂ. ഡിസിപ്ലിൻ, അച്ചടക്കം, സെൽഫ് കൺട്രോൾ, ചിട്ട, ഇവയെല്ലാം പിന്തുടരുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് മനസ്സിന്റെ ശക്തികളെ വർദ്ധിപ്പിക്കുക എന്നത് ഒരിക്കലും നമ്മുടെ ഒരു ലക്ഷ്യമായിരുന്നില്ല. ശരീരത്തിന്റെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അജണ്ടയിൽ ഉൾപ്പെടുത്താറുണ്ട്. മാത്രമല്ല ഒരുപാട് അത്ഭുതങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഫോട്ടോസ് കാണാറില്ലേ? വെയിറ്റ് ഇത്രയായിരുന്നു, പിന്നീട് ഇത്രയായി. ഇറ്റ് ഈസ് എ ഫാക്ട്, യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതായത് മനസ്സ് ഏത് കാര്യത്തിലാണോ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, തന്റെ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കാനാണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. വെയിറ്റ് കൂടുതലായിരുന്നു, ഇപ്പോൾ സ്ലിമ്മായി. ഇവിടുത്തെ ഭാരവും ഇതുപോലെ തന്നെയാണ്. മനസ്സിൽ ഭാരമുണ്ട്. ആ ഭാരവും കൊണ്ട് ജീവിച്ച് ഈ ഭാരമില്ലാത്തൊരു ജീവിതം യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കുമെന്ന കാര്യം പോലും നമ്മൾ മറന്നുപോയി. ഭാരവുമായി മുന്നോട്ടു പോകുന്നത് നമുക്കൊരു ശീലമായി മാറിക്കഴിഞ്ഞു. ആ ചിന്തകളുമായി ജീവിക്കുന്നു. മെഡിറ്റേഷനിലൂടെ ഏറ്റവും ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് ഭാരരഹിതമായ ഒരു മനസ്സാണ്. ലൈറ്റ്, നമ്മുടെ വൈബ്രേഷൻസും ഉയരുന്നു. എനർജി എത്രയധികം ഹൈ ആകുന്നുവോ അത്രയധികം നമ്മൾ ലൈറ്റായി മാറും. ഭാരമില്ലാത്തൊരു മനസ്സ് ആവശ്യമാണ്. ഇന്ന് മനസ്സ് വളരെ ഹെവിയായി മാറുന്നു. ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ ഭാരമുള്ളതാക്കുന്നു. അതേ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്നു. ഉറങ്ങുമ്പോഴും അതേ ചിന്ത. രാവിലെ എഴുന്നേൽക്കുന്നു, എന്നാൽ അതിരാവിലെ നമുക്ക് ലഭിക്കേണ്ട ആ ഒരു എനർജി എങ്ങനെയാണോ വേണ്ടത്, ലൈറ്റ്, ഫ്രഷ്, മുഴുവൻ ദിവസത്തേക്കുള്ള എനർജി, ആ ഒരു വൈബ്രേഷൻ അത് നമുക്ക് ലഭിക്കുന്നില്ല. എഴുന്നേറ്റ ഉടനെ ആരെയാണ് നോക്കാറുള്ളത്? ഉറക്കത്തിലൂടെ നമുക്ക് ലഭിച്ച ആ ഒരു വിശ്രമം പോലും ഫോണ് കണ്ടാൽ പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇതെല്ലാം ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. മെഡിറ്റേഷൻ ആക്ച്വലി ഒരു 15 മിനിറ്റ് 30 മിനിറ്റിന്റെ കാര്യമല്ല. യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ നമ്മുടെ മുഴുവൻ ജീവിതത്തെയുമാണ് മാറ്റിമറിക്കുന്നത്. നമ്മുടെ ചിന്താരീതികളിൽ ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഏത് കാര്യത്തിലും. അതുകൊണ്ടാണ് കാണുമ്പോൾ ചോദിക്കാറില്ലേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇതിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യങ്ങൾ പെടും. മനസ്സും ശരീരവും. മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ അവസ്ഥയും. മനസ്സിൻ്റെ അവസ്ഥ മാറുമ്പോൾ ബോഡി ലാംഗ്വേജും മാറുന്നു. ബോഡി ലാംഗ്വേജ് മാറ്റാനായി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ ആളുകൾ ഇന്ന് പങ്കെടുക്കുന്നു. സ്പിരിച്വാലിറ്റി അർത്ഥം മനസ്സിന്റെ അവസ്ഥ മാറ്റുക. ഉള്ളിലെ കാര്യങ്ങളാണ് മാറ്റേണ്ടത്. അപ്പോൾ സംസാര രീതി മാറും, ബോഡി ലാംഗ്വേജ് മാറും, പെരുമാറ്റം മാറും, ഉറക്കത്തിന് പോലും വ്യത്യാസമുണ്ടാകും. ഉറക്കത്തിന്റെ ക്വാളിറ്റി പോലും മാറാൻ തുടങ്ങും. മുഴുവൻ ദിവസത്തെയും ചിന്തകൾ ലൈറ്റും ഈസിയുമായിരിക്കണം. ഇങ്ങനെയുള്ളൊരു ജീവിതശൈലി വളരെ കാലങ്ങളായി എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുകയാണ് നമ്മൾ. ഇങ്ങനെയുള്ളൊരു ജീവിതത്തെ ഒരു കുട്ടിയുടെ ജീവിതത്തോട് നമുക്ക് ഉപമിക്കാനാവും. ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ചിന്തയുമില്ല, നിശ്ചിന്തമായൊരു ജീവിതം, വെറി ലെസ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? വെറി ഫുൾ, അസ്വസ്ഥം.